ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം. ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു വലിയ ട്വിസ്റ്റുണ്ട്. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് തന്നെ ഈ നീക്കത്തെ ശക്തമായി എതിർത്തിരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ ഈ ആക്രമണം ഖത്തറുമായുള്ള ബന്ധത്തെ തകർക്കുമെന്ന് ഭയന്നാണ് ആദ്യം തന്നെ എതിർത്തത്. ഖത്തർ 2012 മുതൽ ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസിന് ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. ഇത് അമേരിക്കയുടെ അഭ്യർത്ഥന മാനിച്ചുകൂടെയാണ്. കാരണം ഹമാസുമായി ചർച്ചകൾ നടത്താൻ ഒരു മധ്യസ്ഥനെ ആവശ്യമുണ്ടായിരുന്നു. ഖത്തർ ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളിലും ബന്ദിമോചന കരാറുകളിലും പ്രധാന പങ്കും വഹിച്ചിട്ടുണ്ട്. ഇസ്രായേലും ഖത്തറും തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് മൊസാദും ഖത്തർ ഇന്റലിജൻസും തമ്മിലുള്ള സഹകരണം വർഷങ്ങളായി നിലനിന്നിരുന്നു. ഈ ബന്ധം തകർക്കാൻ മൊസാദ് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ 2025 സെപ്റ്റംബർ 9 ഇസ്രായേൽ ദോഹയിൽ വ്യോമാക്രമണം നടത്തിയത്. ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഒത്തുകൂടിയ ഒരു കെട്ടിടത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനിടെയാണ് ആക്രമണം. 15 ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് 10ലധികം പ്രിസിഷൻ ബോംബുകൾ പ്രയോഗിക്കുകയും ചെയ്തു. ലക്ഷ്യം ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ വധിക്കാൻ കഴിഞ്ഞില്ല. പകരം അദ്ദേഹത്തിൻ്റെ മകൻ, ചില സഹായികളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരുൾപ്പെടെയുള്ള 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണത്തിന് നിർബന്ധിച്ചിരുന്നു. എന്നാൽ മൊസാദ് ഇത് ഗ്രൗണ്ട് ഏജന്റുമാരെ ഉപയോഗിച്ച് നടത്താനും വിസമ്മതിച്ചു. ഇപ്പോൾ എന്തിനിത് ചെയ്യണമെന്നാണ് മൊസാദ് ചോദിച്ചിരുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇത് ചെയ്താൽ ഖത്തറുമായുള്ള ബന്ധം തകരുമെന്നും ഭാവിയിൽ ഹമാസ് നേതാക്കളെ പിടികൂടാൻ അവസരം നഷ്ടമാകുമെന്നുമൊക്കെ അവർ വാദിച്ചു. 1-2 വർഷത്തിനുള്ളിൽ ഹമാസ് നേതാക്കളെ പിടികൂടാമെന്ന് മൊസാദ് വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീറും ഈ നീക്കത്തെ എതിർത്തു. അതേസമയം പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നെതന്യാഹുവിനെ പിന്തുണച്ചു. ബന്ദിമോചന ചർച്ചകളുടെ ചുമതലയുള്ള മുതിർന്ന IDF ഉദ്യോഗസ്ഥൻ നിറ്റ്സാൻ അലോണിനെ പോലും ഈ ചർച്ചകളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഈ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. അറബ് രാഷ്ട്രങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. അമേരിക്കയിൽ നിന്നും മിക്സ്ഡ് റിയാക്ഷനുകളും പ്രസിഡന്റ് ട്രംപ് തുടക്കത്തിൽ പിന്തുണച്ചെങ്കിലും പിന്നീട് ഖത്തറിൽ വീണ്ടും ആക്രമണം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ നെതന്യാഹു ഹമാസ് നേതാക്കളെ എവിടെയാണെങ്കിലും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. UK, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവരും ഇസ്രായേലിൻ്റെ നടപടിയിൽ വിമർശിച്ചു. ഇസ്രായേൽ പ്രസിഡന്റ് ഈ ആക്രമണത്തെ പിന്നെയും ന്യായീകരിക്കുകയായിരുന്നു. ചിലപ്പോൾ അത്തരം ആളുകളെ നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നെതന്യാഹുവിന് വെടിനിർത്തൽ ചർച്ചകളോടുള്ള ക്ഷമ നഷ്ടപ്പെട്ടിരിക്കാം. ഗസയിലെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഹമാസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഈ നീക്കം. എന്നാൽ ഇത് വെടിനിർത്തൽ ചർച്ചകളെ തകർക്കുകയാണ്. ദി ഇക്കണോമിസ്റ്റ് ഇതിനെ കത്തർസ്ട്രോഫിക് എറർ എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം മൊസാദും ഇസ്രായേലും ആർമിയും എതിർത്തിരിക്കുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.